യു.എസിൽ ചരിത്രം പിറന്നു. ന്യൂയോർക്കിൻ്റെ മേയറായി സൊഹ്റാൻ മംദാനിയെ തെരഞ്ഞെടുത്തു. അതിനൊപ്പം ന്യൂയോർക്കിൻ്റെ പ്രഥമ വനിത റമ ദുവാജിയും ശ്രദ്ധാകേന്ദ്രമാകുന്നു. സിറിയൻ അമേരിക്കൻ വംശജയാണ് സൊഹ്റാൻ്റെ ഭാര്യ റമ. 1997 യു.എസിലെ ഹൂസ്റ്റണിലാണ് റമ ജനിച്ചത്. റമയ്ക്ക് 9 വയസ്സുള്ളപ്പോൾ കുടുംബം ദുബായിലേക്ക് മാറി. ദുബായിലായിരുന്നു റമയുടെ സ്കൂൾ പഠനം. ദോഹയിലും പിന്നീട് വെർജീനിയയിലും ഫൈനാൻസ് ബിരുദ പഠനം പൂർത്തിയാക്കി. ന്യൂയോർക്കിലെ സ്കൂൾ ഓഫ് വിഷ്വൽ ആർട്സിൽ നിന്ന് ഫൈനാൻസിൽ ബിരുദാനന്തര ബിരുദവും നേടി. ഒരു ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് സൊഹ്റാനും റമയും പരിചയപ്പെട്ടത്. സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും വിവാഹത്തിലേക്കും എത്തി. 2024 ദുബായിൽ വെച്ചായിരുന്നു വിവാഹം. ആർട്ടിസ്റ്റും ഇല്ലസ്ട്രേറ്ററുമാണ് റമ. ദി ന്യൂയോർക്കർ, വാഷിംഗ്ടൺ പോസ്റ്റ്, BBC ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളിൽ റമയുടെ സൃഷ്ടികൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സ്പോട്ടിഫൈ, ആപ്പിൾ തുടങ്ങിയ കമ്പനികളിലും പ്രവർത്തിച്ചു. സൊഹ്റാൻ്റെ ഇലക്ഷൻ ക്യാമ്പയിന് വേണ്ടി പോസ്റ്ററുകളും വീഡിയോകളും തയ്യാറാക്കിയതും റമയാണ്. സൊഹ്റാൻ്റെ സോഷ്യൽ മീഡിയ പ്രചാരണത്തിനും നേതൃത്വം നൽകി. ഇന്ത്യൻ വംശജയായ പ്രമുഖ സംവിധായിക മീര നായരുടെയും യുഗാണ്ടൻ എഴുത്തുകാരനും അക്കാഡമിഷ്യനുമായ മഹ്മൂദ് മംദാനിയുടെയും മകനാണ് 34-കാരനായ സൊഹ്റാൻ മംദാനി. സലാം ബോംബെ, മൺസൂൺ വെഡിങ് തുടങ്ങിയ സിനിമകളുടെ സംവിധായികയാണ് ഓസ്കാർ നോമിനി കൂടിയായ മീര നായർ. ഉഗാണ്ടയുടെ തലസ്ഥാനമായ കമ്പാലയിലാണ് സൊഹ്റാൻ ജനിച്ചതും കുട്ടിക്കാലം ചെലവഴിച്ചതും. സൊഹ്റാൻ്റെ 7ാമത്തെ വയസ്സിലാണ് മംദാനി കുടുംബം ന്യൂയോർക്കിലേക്ക് കുടിയേറിയത്. 2018 സൊഹ്റാന് അമേരിക്കൻ പൗരത്വം ലഭിച്ചത്. ആഫ്രിക്കൻ പഠനത്തിൽ ബിരുദം നേടിയ ശേഷം സാമൂഹ്യ പ്രവർത്തകനായി പ്രവർത്തിച്ചു. റാപ്പറും എഴുത്തുകാരനുമായ സൊഹ്റാൻ സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള നിയമപോരാട്ടങ്ങൾ നടത്തിയാണ് പൊതുശ്രദ്ധയിലേക്ക് എത്തിയത്. 2020 ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ന്യൂയോർക്ക് സ്റ്റേറ്റ് അസംബ്ലിയിലെ ആദ്യത്തെ ഏഷ്യൻ ഉഗാണ്ടൻ വംശജനായ പ്രതിനിധിയാണ് സൊഹ്റാൻ. അസംബ്ലിയുടെ ചരിത്രത്തിലെ 3ാമത്തെ മുസ്ലിം ജനപ്രതിനിധിയുമാണ്. ന്യൂയോർക്കിലെ സാധാരണക്കാരായ ജനങ്ങളുടെ വക്താവായാണ് സൊഹ്റാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയത്. നഗരത്തിലെ ഏറ്റവും വലിയ പണക്കാരായ 1% അനുകൂലമായാണ് നിയമങ്ങളെല്ലാം രൂപീകരിക്കുന്നതെന്നും അതിൽ മാറ്റമുണ്ടാകണമെന്നും സൊഹ്റാൻ നിരന്തരം ആവശ്യപ്പെട്ടു. വൻകിട സമ്പന്നർക്ക് ഉയർന്ന നികുതി ഏർപ്പെടുത്തണമെന്ന വാദവും സൊഹ്റാൻ ഉയർത്തി. സൊഹ്റാൻ്റെ നിലപാടുകളിലൂടെ ന്യൂയോർക്ക് നഗരത്തിലെ ഏറ്റവും സാധാരണക്കാരായ വലിയൊരു വിഭാഗത്തിൻ്റെ പിന്തുണ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. തൊഴിലാളികൾക്കിടയിലും കുടിയേറ്റ ജനവിഭാഗങ്ങൾക്കിടയിലും വലിയ സ്വാധീനം നേടാനും സൊഹ്റാന് കഴിഞ്ഞിട്ടുണ്ട്.